ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ടോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രാപ്പുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അധികം നമുക്ക് ആ ഒരു സ്ട്രാപ്പ് ഭയങ്കര എന്താ പറയുക, താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് അകത്തേക്കൊക്കെ ഇങ്ങനെ ഫുൾ കവറിങ് വന്നിട്ടാണ് ആ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തുന്ന അയച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഈസി പണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഷോൾഡറിൻ്റെ ആ ഒരു സ്ട്രാപ്പിൻ്റെ ആ ഒരു സെൻറ്ററില്ലേ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം, നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് വേണ്ട, ചില സമയത്ത് നമുക്ക് അധികമായിട്ട് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, കട്ട് ചെയ്യാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാം. ജസ്റ്റ് ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ പിന്ന് ചെയ്ത് വെച്ചു. ആദ്യം തന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ട് പിന്ന് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് പിടിച്ചിട്ട് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ എനിക്ക് വേണ്ടി 2 ഇഞ്ചാണ് കുറയ്ക്കാനുള്ളത്. ആ 2 ഇഞ്ചിനനുസരിച്ച് ഞാൻ പിടിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ആ ഒരു ഭാഗത്തുള്ള നമ്മൾ ശരിക്കും കൊടുത്തിട്ടുള്ള ആ ഭാഗത്തുള്ള സ്റ്റിച്ചൊക്കെ അയച്ചിട്ട് പിന്നെ കട്ടൊക്കെ ചെയ്ത് അടുത്തേക്ക് വെച്ച് ഒരുപാട് പണിയും കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് നമുക്ക് ഈസി മെത്തേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ജാക്കറ്റും വരുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് കവറായിട്ട് തന്നെ പോവും. അങ്ങനെ പുറത്തേക്ക് കാണാനോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുമെല്ലാം ഇങ്ങനെ പൊന്തി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതിനേക്കാളും. ഇത് പിന്നെ ജാക്കറ്റ് വരുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാണുന്നതിൻ്റെ പ്രശ്നം വരുന്നില്ല. അല്ലാത്ത സമയത്ത് ഇതേപോലെ കുറച്ച് പൊന്തിച്ച് വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അളവിനനുസരിച്ചുള്ള സ്ട്രാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എന്നാലും ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് എങ്ങനെയാണ് കുറയ്ക്കേണ്ടത്, എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ആ സ്ട്രാപ്പ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബോറ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വെക്കേണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.